നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങി വന്നതാണ്. എനിക്കിവിടെ അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു തായ് വിഭവമാണ് കേട്ടോ ഈ ഗ്രീൻ കറി ചിക്കൻ. വഴുതനങ്ങ ഇട്ട് വെച്ച ചെറിയ മധുരമുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. തായ് സ്റ്റിക്കി റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനായിരുന്നു. വേറെയും തായ് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഫുക്കറ്റ് സിറ്റി കാണാനാണ് കേട്ടോ. 1-2 ടെമ്പിൾസ് പോകുന്നുണ്ട്. അതുപോലെ ഫുക്കറ്റ് ഓൾഡ് ടൗൺ കാണാൻ പോകുന്നുണ്ട്. ടൈഗർ കിങ്ഡം ആണ് വേറൊരു മെയിൻ അട്രാക്ഷൻ ഇന്നത്തെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ വണ്ടി റെഡി ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യത്തെ പോയിന്റായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് ബിഗ് ബുദ്ധയായിരുന്നേ. കഴിഞ്ഞ മാസം അവിടെ എന്തോ ലാൻഡ് സ്ലൈഡോ അങ്ങനെ എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ട് 10-13 പേര് മരിച്ചു എന്ന് പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ബിഗ് ബുദ്ധയുടെ തൊട്ട് താഴെയുള്ള ഒരു വ്യൂ പോയിന്റ്, കരോൺ വ്യൂ പോയിൻ്റ് ആണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് നിൽക്കാനും ഫോട്ടോ എടുക്കാനും വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒരു ഈഗിളിനെ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയിലോ കയ്യിലോ ഒക്കെ ഇതുപോലെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ അവനൊരാഗ്രഹം ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഈഗിളിൻ്റെ കൂടെ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ചലോങ് ടെമ്പിളിലേക്ക് എത്തി. ഇതിങ്ങനെ പുറമേ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതിമനോഹരമായ ഒരു അമ്പലം. ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ 4 അമ്പലങ്ങളാണ് കേട്ടോ ഉള്ളത്. ഫുക്കറ്റിലുള്ള ടെമ്പിൾസിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടെമ്പിളാണ് കേട്ടോ ഈ ചലോങ് ടെമ്പിൾ. കുറച്ച് നേരം പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ടെമ്പിളിനകത്തേക്ക് കയറി. ടെമ്പിളിനകത്തേക്ക് കയറാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. അതുപോലെ ടെമ്പിളിനകത്ത് നമ്മൾ ക്യാപ്പ് വെക്കാൻ പാടില്ല. ഷോൾഡർ കവർ ചെയ്ത ഡ്രസ്സ് വേണം ഇടാൻ. അതുപോലെ മുട്ടിന് താഴേക്ക് ലെങ്ത് ഉള്ള ഡ്രസ്സ് ഇടണം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കവർ ചെയ്യാനായിട്ട് ഷോൾസ് തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് മുഴുവൻ ഇതുപോലെ ചെറിയ ചെറിയ ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യൂസ് ആണ് കേട്ടോ. അതിൻ്റെ തൂണുകളൊക്കെ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഭിത്തിയിലൊക്കെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഈ പെയിൻറ്റിങ്സിൻ്റെ ഓരോ പാർട്ടും നമ്മുടെ ബുദ്ധൻ്റെ ജീവചരിത്രം പല പാർട്ടുകളായിട്ട് പെയിൻറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനകത്ത് ആ പെയിൻറ്റിങ്സും അതുപോലെ ആ വാൾസിലെ ഡെക്കറേഷനും എല്ലാം ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ എടുക്കും നമുക്കിത് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യണമെങ്കിൽ. നമ്മളിപ്പോൾ കയറിയ ടെമ്പിളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നറിയാൻ ഈ രണ്ടാമത്തെ ടെമ്പിളിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ എനിക്ക് മനസ്സിലായതുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും വെടിവഴിപാട്, നാട്ടിലെ പോലെ തന്നെ വെടിവഴിപാടിനുള്ള പൈസ അടച്ച് നമ്മൾ പടക്കം വാങ്ങിച്ച് നമ്മളെ കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇതിനകത്തേക്ക് കത്തിച്ചിട്ട് ഇടിയിക്കുന്നത് കേട്ടോ. അതുപോലെ ആരാധനാ രീതിയിലൊക്കെ എനിക്ക് ഒരുപാട് സിമിലാരിറ്റീസ് തോന്നി കേട്ടോ. ചന്ദനത്തിരിയും മെഴുകുതിരിയും ഒക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്ന ആളുകൾ. അടുത്തത് നമ്മൾ പോകുന്നത് ഒരു ഹണി ബീ ഫാമിലേക്കായിരുന്നു കേട്ടോ. ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ കാണാൻ പറ്റിയേ. ഈ തേൻ ഉണ്ടാക്കുന്ന പ്രോസസ്സും അതുപോലെ ഈ ഓരോ കൂട്ടിലെയും റാണി തേനീച്ചേനെയൊക്കെ നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. എനിക്ക് ഈ പാർട്ടിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് അവരുടെ ഒരു സ്നാക്സ് കൗണ്ടർ ഉണ്ടായിരുന്നേ അവിടെ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ അലൗഡ് ആയിരുന്നില്ല. ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്നറിയോ, നമ്മൾ കായൊക്കെ വറുക്കുന്ന പോലെ തേങ്ങ ഒരു പ്രത്യേക രീതിയിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അവർ തന്ന സാമ്പിൾസിൽ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ. നല്ല അടിപൊളി ഐറ്റമാണ്. ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ കാണിക്കുന്നതാണ് അതിൻ്റെ റാണി തേനീച്ച. ഇത് അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിഗ്ഗസ്റ്റ് ബീ ഹൈവാണ് കേട്ടോ. തായ്ലൻഡിലുള്ളതിൽ വെച്ച് ബിഗ്ഗസ്റ്റ് ബീ ഹൈവാണെന്ന് പറയപ്പെടുന്നത്. അത് അവരവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് വെറൈറ്റി തേനുകൾ ഉണ്ടായിരുന്നു. ഈ തേനിൻ്റെ എല്ലാം സാമ്പിൾസ് നമുക്ക് തരും അവർ. നമ്മൾ ചെന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ നമുക്ക് നല്ല തേൻ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. തേനിൻ്റെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതായത് ഹണി കോമ്പാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ഒരു കാഷ്യൂനട്ട് ഫാക്ടറിയിലേക്കാണ് കേട്ടോ. കാഷ്യൂനട്ടിൻ്റെ പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും ഒക്കെ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ അവർ നമുക്ക് കാണിച്ചു തരും. പിന്നീട് അവരുടെ ആ ഒരു ഷോപ്പിലേക്ക് പോയാൽ നമുക്ക് എനിക്കൊന്നൊരു 15 വെറൈറ്റിയിൽ കൂടുതൽ ഫ്ലേവേർഡ് കാഷ്യൂസ് ഉണ്ടായിരുന്നേ. നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാത്ത അവരുടേതായ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. ടോമിയോം, അതുപോലെ സീവീഡ്, BBQ, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. കോഫി ഫ്ലേവർ ഉണ്ട്, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, സോർ ക്രീം ഫ്ലേവർ ഉണ്ട്, ചീസ് ഫ്ലേവർ ഉണ്ട്.
ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്ലേവറും അവർ നമുക്ക് ട്രൈ ചെയ്യാൻ തരും. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനത്തിനോടൊരു ഇഷ്ടം തോന്നും, നമ്മൾ വാങ്ങും. അതാണ് അവരുടെ ബിസിനസ് ട്രിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലേവേർഡ് കാഷ്യൂസ്, അത് നല്ല ക്വാളിറ്റി കാഷ്യൂസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാഷ്യൂനട്ട് ഫാക്ടറി. അടുത്തതാണ് എൻ്റെ മോൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ടൈഗർ കിങ്ഡം. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് കേട്ടോ അവർ നമ്മളെ അകത്തേക്ക് കയറ്റുന്നത്. ഡയറക്റ്റ് ടൈഗറിൻ്റെ മുമ്പിൽ പോയി നിൽക്കരുത്, ബാക്കിലേ നിൽക്കാവുള്ളൂ, ഒച്ചയെടുക്കരുത്, അതിൻ്റെ മുമ്പിലൂടെ ഓടരുത്, ഇങ്ങനെ ഒരു 100 ഇൻസ്ട്രക്ഷൻസാണ് അവർ തന്നത്. ഞാൻ കൂട്ടിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഈ ടൈഗറിനൊന്നും ചെയിൻ പോലും ഇട്ടിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല, ചേട്ടൻ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും 1-2 എണ്ണം എന്താ ഇതുപോലെ നടക്കുകയാണ്. ഇത് കണ്ടതോടുകൂടെ എൻ്റെ പകുതി ജീവൻ പോയി. ഞാനും മോളും കൂട്ടിന് പുറത്താണ് നിൽക്കുന്നത്. അവർ തന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തരും കേട്ടോ. ഒരു 100,000 പോസ് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ഇവരെങ്ങനെയെങ്കിലും ഇതിൻ്റെ പുറത്തൊന്ന് വന്നാൽ മതി എന്നായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അവർ ഫോട്ടോസ് എടുത്ത് പുറത്ത് വന്നേ പിന്നെയാണ് കേട്ടോ എൻ്റെ ശ്വാസം സത്യം പറഞ്ഞാൽ നേരെ വീണത്. 15 വയസ്സിൽ മുകളിലുള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഈ കൂട്ടിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മോള് 15 വയസ്സിൽ താഴെ ആയതുകൊണ്ട് നമ്മൾ അവൾക്ക് വേണ്ടി ബുക്ക് ചെയ്തത് ഈ ഒരു കുട്ടി കബ്ബിനെയാണ് കേട്ടോ. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ചീറ്റയൊക്കെ ഉണ്ട്, ചെറിയ ചീറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്ക് ഇതാണ് ഇഷ്ടം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതെടുക്കുകയാണ് ചെയ്തത്. അതും കുട്ടികളെ ഒറ്റയ്ക്ക് കയറ്റില്ല, ഒരു പാരൻറ്റ് കുട്ടിയുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് കേട്ടോ കയറുന്നത്. അവൾക്ക് അതിനേക്ക് എടുത്തൊന്ന് മടിയിൽ വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീരെ കുഞ്ഞാണ്, അതിനെടുത്ത് മടിയിൽ വെക്കരുത്, നക്കാൻ സമ്മതിക്കരുത്, അതിൻ്റെ അടുത്ത് ഒച്ച എടുക്കരുത്, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ തന്നിരുന്നേ. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഫുക്കറ്റ് ഓൾഡ് ടൗണിലേക്കാണ് കേട്ടോ. കാണാനുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ കണ്ട് നടക്കാൻ ഒരുപാടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ വന്ന് ഫ്രഷ് ആയ ശേഷം വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. തായ് ഫുഡ് തന്നെയാണ് ഇന്നും ട്രൈ ചെയ്യുന്നത്. തായ് നൂഡിൽസ് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകുന്നവർ മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയും. നമ്മുടെ അച്ചിങ്ങയില്ലേ, ആ അച്ചിങ്ങയൊക്കെ ഇട്ട് ചിക്കൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ പൈനാപ്പിൾ ഇട്ട ഫ്രൈഡ് റൈസ്, ഇതൊക്കെ അവിടുത്തെ പോപ്പുലർ ഐറ്റംസ് ആണ്. നമ്മൾ മിക്സഡ് സീ ഫുഡ് ഫ്ലേവറാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ ഓർഡർ ചെയ്തിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് ബീച്ചിലൊക്കെ കറങ്ങി നമ്മളിനി റൂമിലേക്ക് പോവാണ്. ഏതാണ്ട് 11:30 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ 7-Eleven. അവിടെ കയറി നല്ലൊരു കോൾഡ് കോഫിയും അതുപോലെ നല്ലൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഇതുപോലെ ആക്കിയെടുത്തേ. രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡേ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.